നമസ്കാരം, ടേസ്റ്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ദോശ റെസിപ്പിയായാണ് വന്നിരിക്കുന്നത്. അടദോശ. ഇത്തിരി സ്പൈസി ആയിട്ടുള്ളൊരു ദോശയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ അതിൻ്റെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉഴുന്നുപരിപ്പ് 1/2 കപ്പ്, പച്ചരി 1 കപ്പ്, തുവരപ്പരിപ്പ് 1/4 കപ്പ്. തുവരപ്പരിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പാണ്. 1/4 കപ്പ് കടലപ്പരിപ്പ്, 1/4 കപ്പ് ചെറുപയർ, 1 ടീസ്പൂൺ ഉലുവ. ഉലുവ പൊടിയല്ല ചേർക്കുന്നത്, ഉലുവ, മുഴുവൻ ഉലുവ 1 ടീസ്പൂൺ. ഇനി നമുക്ക് വേണ്ടത് ഉണക്കമുളകാണ്. 10 മുതൽ 12 ഉണക്കമുളക് വരെ നമുക്ക് ഇതിനോട് ചേർക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി ഒന്ന് കുതിരാൻ വെക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുളകും ഇതിനോടൊപ്പം ചേർത്താണ് നമ്മൾ ഇതിനെ ഒന്ന് കുതിർക്കുന്നത്. ഒരു 5 മണിക്കൂർ, 4 അല്ലെങ്കിൽ 5 മണിക്കൂർ വരെ നമുക്കിതിനെ ഒന്ന് കുതിർത്തെടുക്കാം. ഞാനിവിടെ അത് കുതിരാൻ വെക്കുന്നുണ്ട്. അഞ്ച് മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ എടുത്തു വെച്ച മുളകും കൂടെ, അതായത് ഉണക്കമുളകും ഒപ്പം ഇതിനോടൊപ്പം ചേർത്താണ് നമ്മൾ ഇതിനെ ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കായമാണ്. കായപ്പൊടി 1 ടീസ്പൂൺ കായപ്പൊടി ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ദോശമാവ് പുളിപ്പിക്കാൻ വയ്ക്കുന്നത് പോലെ ഇതിന് ഫെർമെൻറ്റേഷൻ ആവശ്യമില്ല. നമ്മൾ ഉടനെ അരയ്ക്കുന്ന ഉടനെ തന്നെ നമ്മളിതിനെ ചുട്ട് കഴിക്കുന്നു. 1 മണിക്കൂർ, അതിനപ്പുറം നമ്മളിത് വയ്ക്കാൻ പാടില്ല. ഇത് പുളിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇനി ഈ മാവിലേക്ക് ഇനി കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഇടത്തരം വലിപ്പമുള്ള സവാള വളരെ ചെറുതായി അരിഞ്ഞത്. ഇനി 2 ടീസ്പൂൺ ഇഞ്ചി, അതുപോലെ തന്നെ ചെറുതായി വളരെ കൊത്തിയരിഞ്ഞ ഇഞ്ചി, വളരെ ചെറുതായി കൊത്തിയരിഞ്ഞ ഇഞ്ചി. പിന്നെ കറിവേപ്പില, 2 തണ്ട് കറിവേപ്പിലയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതും അരിഞ്ഞാണ് എടുത്തിരിക്കുന്ന കറിവേപ്പില. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് ചതച്ചത്, കുരുമുളക് പൊടിയല്ല നമുക്ക് വേണ്ടത്, കുരുമുളക് ചതച്ചത്. അതൊരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മതിയാവും. അപ്പോൾ 1/2 ടീസ്പൂണൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് കൂടിപ്പോവും. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. കാര്യം ചതച്ചിടുന്നത് കൊണ്ട് അതിങ്ങനെ നമ്മുടെ കടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1/4 ടീസ്പൂൺ ഇട്ടാലും മതിയാകും. ഇത് ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ കുരുമുളക് വേണം. ഇത്രയും ചേർത്ത് നമ്മളിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് സാധാരണ ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇതിന് വേണ്ട. ഇത്രയും ഒരു ലൂസ് വേണ്ട. ഇതിന് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ടിരുന്നാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിനെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പം ഞാനിവിടെ ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് എണ്ണ തടവി കൊടുത്ത് നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. ഇതായിട്ടുണ്ട്. പിന്നെ അല്പം എണ്ണ ഇതിൻ്റെ മുകളിൽ അല്പം എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, നന്നായിട്ട് തന്നെ ഉണ്ടാവും. എണ്ണ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, അതിൻ്റെ ആദ്യത്തെ വശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ദോശ ഉണ്ടാക്കാൻ. തീരെ ലോ ഫ്ലെയിം ആയാലും വളരെ ഹൈ ഫ്ലെയിം ആയാലും പ്രശ്നമാണ്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളതൊന്ന് ചുട്ടെടുക്കുക. ഇതൊന്ന് മറിച്ചിടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണം ഉണ്ടാവും. ഇതിന്ന് നല്ല ഒരു വട ഉണ്ടാക്കുന്നതൊക്കെ ഒരു മണം ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമ്മൾ അല്പം എരിവ് കുറച്ചിട്ടാൽ മതി. ഈ മാവ് പുളിച്ചു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് പരിപ്പൊക്കെ ചേർക്കുന്നതല്ലേ, അപ്പോൾ അതിനൊരു വേറെ ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ പുളിക്കുന്നതിന് മുമ്പായിട്ട് ഇത് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കി ചൂടോടെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വെള്ള ചമ്മന്തിയാണ്, തേങ്ങാ ചമ്മന്തി. സാമ്പാറിനേക്കാളും നല്ല കോമ്പിനേഷനാണ് ചമ്മന്തി. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. വിനോദപ്രദവും വിജ്ഞാനപ്രദവുമായ കൂടുതൽ വീഡിയോകൾക്ക് സ്പ്രെഡ് ബോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.